എല്ലാവർക്കും നമസ്കാരം. കൈകൊട്ടിക്കളിക്ക് മേക്കപ്പ് ചെയ്യണതിൻ്റെ മുടി കെട്ടുന്നതിൻ്റെ ഒരു വീഡിയോ ഉണ്ടെന്ന് ചെയ്യണേ. ആദ്യം തന്നെ മുഖം നല്ലപോലെ വാഷ് ചെയ്ത് വന്നു. എന്നിട്ട് ഫസ്റ്റ് തന്നെ ഫൗണ്ടേഷനാണ് കൊടുക്കണേ. നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കണ പോലെ ഒന്നുമല്ല, അത്യാവശ്യം നല്ല സ്പീഡിലും സ്ക്രബ്ബറൊക്കെ നല്ല ഹാർഡായിരിക്കും. എന്തായാലും കഴുത്ത് വരെയും ചെയ്യും. കഴുത്ത് വരെയും ചെയ്തിട്ട് അറിയാത്ത രീതിയിൽ നമ്മൾ ഓർണമെൻറ്റ്സൊക്കെ ഇടുന്ന ആ ഒരു ഏരിയ വരെ ഒരേപോലെ ഒരേ കളർ വരും. എന്നിട്ട് പിന്നെ പൊട്ട് തൊടുന്നതിൻ്റെ അവിടെ ആദ്യം ഒന്ന് ഗമ്മ് വയ്ക്കും. ആ ഗമ്മിൻ്റെ മുകളിലായിരിക്കും പൊട്ട് തൊടുന്നത്. ആ പൊട്ടിൻ്റെ കളറൊന്ന് നോട്ട് ചെയ്തോളൂ. പ്യൂർ റെഡായിരിക്കും പൊട്ട്. പിന്നെ പൊട്ട് നെറ്റിയുടെ സെൻറ്ററിലൊന്നുമല്ല, നമ്മൾ പൊട്ട് തൊടുന്ന അതേ സ്ഥാനത്ത് തന്നെയാണ് കേട്ടോ പൊട്ട് തൊടുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കളഭം കുറിയിടും. കളഭം ബ്രഷ് എടുത്തിട്ടാണ് കളഭം കുറിയിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ആദ്യം തന്നെ ഐബ്രോസൊക്കെ ഒന്ന് ബ്രഷ് ചെയ്യും. നല്ലപോലെ ത്രെഡ് ചെയ്തിട്ടാണെങ്കിൽ നല്ല ഈസിയാണ്. ഈ കുട്ടി നല്ല വൃത്തിക്ക് ത്രെഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് പിന്നെ കണ്ണെഴുത്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കണ്ണെഴുതാൻ മേക്കപ്പ് മാൻ്റെ കൈയിൻ്റെ മുകളിൽ കണ്ടില്ലേ, കൈപ്പത്തിയുടെ അവിടെ ഓൾറെഡി കുറേ കണ്ണെഴുത്തെടുത്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അവിടെ നിന്ന് എടുത്തിട്ടാണ് എല്ലാ മേക്കപ്പ് മാൻമാരും കണ്ണെഴുതണം കണ്ടിട്ടുള്ളത്. മുകളിൽ ഐലൈനർ തന്നെയാണ് യൂസ് ചെയ്യണേ. ഇത് കണ്ണെഴുത്തല്ല. രണ്ട് കണ്ണിൻ്റെയും മുകൾ വശം ചെയ്തേക്കുന്നത് ഐലൈനറാണ്. കണ്ണെഴുത്തോണ്ട് തന്നെ പൊരുകയും ചെയ്തു. ഇപ്പോൾ കണ്ടോ, ഓൾമോസ്റ്റ് കണ്ണെഴുതി പൊട്ട് തൊട്ടു, കളഭം കുറിയിട്ടു. ഇനി ലാസ്റ്റ് ഒന്ന് കണ്ണ് ഫിനിഷിങ് ചെയ്യും. ആ ഒരു ഐലാഷും ഒക്കെ ഒന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ പിന്നെ ലിപ്സ്റ്റിക്ക് ഇടും. അനിൽകുമാറാണ്, ഒരുപാട് വർഷമായിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. 10-20 വർഷമായിട്ട് കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ല സ്പീഡായി ചെയ്തിട്ട് ഇനി ലിപ്സ്റ്റിക്ക് ഇടും. ഇത്രയും കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഒരു ലിപ്പ് ലൈൻ കൊടുക്കും. എന്നിട്ട് ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കഴിഞ്ഞാൽ മുഖത്തെ പണി കഴിഞ്ഞു. നമ്മൾ വേറെ എന്താ പറയുക, ഭരതനാട്യത്തിനൊന്നും മേക്കപ്പ് ചെയ്യണ പോലും ചെയ്യണില്ല. കണ്ടോ, സൈഡിൽ മറ്റേ ഇതൊന്നും വരയ്ക്കണമൊന്നുമില്ല. കളർ ഒരേ കളർ തന്നെയാണ്. സിമ്പിളായിരിക്കും മേക്കപ്പ് കുറേയും കൂടെ. മോഹിനിയാട്ടം പോലെ ഇല്ല. പിന്നെ മുടി കെട്ടുക. ഇതിന് ഓർഡറൊന്നുമില്ല കേട്ടോ. ആദ്യം മുടി കെട്ടാം, പിന്നെ മേക്കപ്പ് ചെയ്യാം, ആദ്യം ഡ്രസ്സ് ചെയ്യാം, ഒന്ന് കഴിഞ്ഞിട്ടേ മറ്റത് പാടുള്ളൂ എന്നില്ല. ഏതാണോ ആരാണോ ഫ്രീ ആയിട്ടിരിക്കണത്, ഏത് വർക്കാണോ കഴിയാത്തത് അതിനനുസരിച്ചിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരാൾ അപ്പുറത്തുനിന്ന് സെറ്റ് മുണ്ട് ഉടുപ്പിക്കുന്നുണ്ടാവും. അതായത് മുടി കെട്ടിയിട്ട് വേണം സെറ്റ് മുണ്ട് ഉടുക്കാനൊന്നുമില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് മേക്കപ്പ് റൂമിൽ നമുക്ക് കുറേ സമയം ഉണ്ടാവില്ല. പെട്ടെന്ന് നമുക്ക് കഴിഞ്ഞിറങ്ങാൻ പറ്റും. നടുക്കുന്ന് വകച്ചിലെടുത്തു. കണ്ടോ, അമ്മക്കെട്ട് കെട്ടുന്നത് നല്ല പതിച്ച് ചീകിയിട്ട് തന്നെയാണ് കെട്ടുന്നത്. സോറി. ഇനി ചരടെടുത്തിട്ട് മുടിയുടെ കടക്കൽ തന്നെ കെട്ടിയിടും. ഇയാളാണ് അനിൽകുമാർ. നല്ല സ്പീഡാണ് മുടി കെട്ടുന്നതിന്. അതുപോലെ തന്നെ ഹെൽപ്പൊന്നും ആരും ഇല്ലെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും ചെയ്യും. സ്ലൈഡ് കുത്തി രണ്ട് സൈഡിലും. ഇപ്പോഴുള്ള കുട്ടികളിങ്ങനെ മുടി ഒരുപാട് ലെയറായിട്ടൊക്കെ വെട്ടിയിടുമല്ലോ. അപ്പം നമുക്ക് അതൊക്കെ മുഖത്തേക്ക് വരാതിരിക്കാനും എല്ലാറ്റിനും നല്ലതാണ്. ഈ കുട്ടിക്ക് അത്ര തന്നെ ബുദ്ധിമുട്ടില്ല. ബോയ് കട്ടൊക്കെ ആയിട്ടുള്ള കുട്ടികളാണെന്ന് വെച്ചാൽ നമ്മൾ തലയുടെ മോൾ വശത്തും ഒരു നെറ്റ് വയ്ക്കും. അപ്പോൾ പിന്നെ വേറെ ജെല്ലൊന്നും വേണ്ട. ആ ഒരു ഇതിൽ നിൽക്കും. ഇത് കണ്ടോ, പേപ്പർ എടുത്തിട്ട് കുറച്ച് പേപ്പർ എടുത്തിട്ട് അതിനൊരു ബ്ലാക്ക് പേപ്പറിൻ്റെ ഉള്ളിൽ കവർ ചെയ്ത് മുടിയുടെ ഷേപ്പിൽ, മുടിക്കെട്ടിൻ്റെ ഷേപ്പിൽ എത്ര പേര് കളിക്കുന്നുണ്ടോ അത്രയും പേർക്ക് ഇതേ ഒരേ സൈസിൽ ഉണ്ടാക്കി വയ്ക്കും. എന്നിട്ട് ഈ മുടി കൊണ്ട് ഈ പേപ്പറിൻ്റെ മുടി കൊണ്ട് അങ്ങ് പൊതിയും. ഇനി ഒറ്റ കുട്ടിയുടെ മുടിക്കെട്ടും ഈക്വൽ അല്ലാതെ വരില്ല. ഇതേ അളവിലായിരിക്കും എല്ലാ കുട്ടികളുടെയും മുടികെട്ട് വരുന്നത്. അതാണല്ലോ മേക്കപ്പ്. ഒരേപോലെ ആക്കുക എന്നുള്ളതാണല്ലോ. ഇല്ലാത്തതിനെ ഉണ്ടാക്കാനും കൂടുതലുള്ളതിനെ കുറയ്ക്കാനും. നോക്കൂ, ഇപ്പോൾ ഒരു 8 കെട്ടിൻ്റെ രൂപത്തിലായില്ലേ. ഇനി ബാക്കി വന്ന മുടി ഉണ്ടല്ലോ, ആ ബാക്കി വന്ന മുടി ചുറ്റി കെട്ടി ഈ ചരടിനെ അങ്ങ് കവർ ചെയ്യും. അപ്പോൾ പിന്നെ ആ ചരടും അവിടെ അറിയില്ല. ചുറ്റി കെട്ടിയിട്ട്
അതിൻ്റെ മുകളിലാണ് മുല്ലമാല വയ്ക്കുക. ഇത്രയും പേര് അവിടെ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു കേട്ടോ. സോറി. സെറ്റ് മുണ്ട് കൊടുക്കുക, എല്ലാവരും റെഡി ആയി കഴിഞ്ഞു. സെറ്റ് മുണ്ടൊക്കെ കൊടുത്തു, കണ്ടു, ചുറ്റി ചുറ്റി. ഇനി നമ്മൾ അവിടെ ഒരു സ്ലൈഡ് കൊടുക്കും. സ്ലൈഡിൻ്റെ എണ്ണം ഓൾമോസ്റ്റ് ഒരുപാട് സ്ലൈഡ് ഉപയോഗിക്കുന്നില്ല, വളരെ കുറച്ച് സ്ലൈഡുകളെ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനിയും സ്ലൈഡും ചരടും ഒന്നും കാണില്ല. നല്ല നീറ്റായിട്ടിരിക്കാൻ ഇതേ ഒരു വളരെ തിന്നായിട്ടുള്ളൊരു നെറ്റാണിത്. ആ നെറ്റും കൂടെ ഇട്ട് നെറ്റിനെ വലിച്ച് കെട്ടിക്കഴിഞ്ഞാൽ മുടിക്കെട്ട് പണി കഴിഞ്ഞു. ഇനി ഇപ്പോൾ ഒരു എക്സ്ട്രാ ഒരു ചരട് കൊടുക്കുന്നില്ലേ, ഇതെന്താണെന്നുള്ളത് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ മനസ്സിലാവുള്ളൂ ആ ചരട് എന്തിനാണെന്നുള്ളത്. ഇത് കഴിഞ്ഞാൽ ഇനി ദശപുഷ്പം വെക്കുകയാണ് വേണ്ടത്. ദശപുഷ്പങ്ങൾ ഇപ്പോൾ 10 ഇല്ല ഇതിനകത്ത്, എന്തായാലും ഇങ്ങനെയാണ് വെക്കുന്നത്. ഇപ്പോൾ സ്ലൈഡ് എടുത്ത് വന്നിട്ട് 1-2 സ്ലൈഡിൽ അതിൻ്റെ പണി കഴിയും. സ്ലൈഡ് എടുത്ത് കുത്തിക്കഴിഞ്ഞാൽ പിന്നെ മുല്ലമാല വെക്കുന്നതാണ്. 10 പൂക്കളും ഇല്ല. ഓരോ പൂവും കിട്ടാതെ വരുന്ന സ്ഥാനത്താണ് കേട്ടോ നമ്മൾ തുളസിയൊക്കെ വെക്കുന്നത്. ഇനി ഇപ്പം ഇങ്ങനെ മുടിക്കെട്ട് തലയോട് ചേർന്ന് വരാൻ ചെയ്യുന്നൊരു മാർഗ്ഗമാണിത്. ഇത് സൂം ചെയ്ത് കണ്ടോളൂ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. കുറച്ച് മുടി എടുത്തിട്ട് ദശപുഷ്പം കൂട്ടി അവിടെ കെട്ടിയിട്ടു. ഇനി വേറെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്ത് ചരട് കോർത്ത് കെട്ടി. ഇപ്പം മുടിക്കെട്ടിന് എന്തായി തലയുടെ അടുത്തേക്ക് അങ്ങ് യോജിപ്പിച്ചു. ഇനി കളിക്കുമ്പോഴൊന്നും ഈ കെട്ട് നമ്മുടെ പുറത്ത് തടയില്ല. കുട്ടികൾക്ക് നല്ല ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റും. കഴുത്ത് തിരിക്കുന്നതിനോ ഒന്നിനും ഒരു ബുദ്ധിമുട്ടും വരില്ല. അടുത്തത് മുല്ലമാലയുടെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മടക്കുന്നതാണ്. ഏകദേശം എത്ര ലെങ്ത്ത് വേണമെന്ന് മനസ്സിലാക്കി. ഇനി ഇതിപ്പോൾ കൂടുതലും പൂവ് കുറവും നൂല് കൂടുതലും ആയ കാരണം കുറേ 4-5 ലെയർ എടുത്തിട്ട് ഇത് മടക്കി ഇങ്ങനെ വെച്ചു. ഇപ്പോൾ കെട്ടിനെ ഇങ്ങനെ പോലെ അങ്ങ് കവർ ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ മനസ്സിലായി കാണും ആ എക്സ്ട്രാ വന്ന ചരട് എന്തിനാണ്. കണ്ടോ, ആ ചരട് എടുത്തിട്ടാണ് മുല്ലമാല കെട്ടിയേക്കുന്നത്. ഒരൊറ്റ സ്ലൈഡ് പോലും വന്നിട്ടില്ല. അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി എൻഡിൽ വേണമെങ്കിൽ ഓരോ സ്ലൈഡ് കൊടുക്കാം. അതില്ലെങ്കിലും അതവിടെ ഇരിക്കും. എന്നാലും കോമ്പറ്റീഷനൊക്കെ ആകുമ്പോൾ കളിക്കുമ്പോൾ എങ്ങാനും സൈഡിൽ നിന്ന് എങ്ങാനും വല്ല പൂവ് വീണു പോയിട്ടോ ബ്ലൗസിലേക്ക് എങ്ങാനും പൂവ് വീണു പോയി അത്രയും നമ്മൾ ഡീറ്റെയിലായിട്ട് നോക്കൂലോ ഈ കോമ്പറ്റീഷനൊക്കെ ആകുമ്പോൾ. പാട്ടും കളിയും പഠിക്കുന്ന പോലെ തന്നെ ഇവരെത്രയോ മാസത്തെ എഫേർട്ടാണ് ഇവിടെ ഇപ്പോൾ ഇരുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഒന്നിലും ഒരു കുറവും വരാത്ത രീതിയിൽ ശ്രദ്ധിക്കും. ഓക്കേ, അപ്പോൾ മുടി കഴിഞ്ഞു, കണ്ണെഴുതി, പൊട്ട് തൊട്ടു, ലിപ്സ്റ്റിക്ക് ഇട്ടു, ഓർണമെൻറ്റ്സ് ഇട്ടു. ഹായ്, ഫുൾ മേക്കപ്പും കഴിഞ്ഞു. നന്നായിട്ടില്ലേ മുടിക്കെട്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി സെറ്റ് മുണ്ട് കൊടുക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ട് നമുക്കൊരിക്കൽ വരാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. കളിക്കാൻ പോണവരെ ഉദ്ദേശിച്ചിട്ടാട്ടോ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും നമസ്കാരം.